എല്ലാ പ്രിയപ്പെട്ടവർക്കും T3 വേൾഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അങ്കമാലിക്കടുത്ത് കറുകുറ്റി ക്രിസ്തുരാജ ആശ്രമ ദേവാലയത്തിലെ 2025 തിരുനാൾ കാഴ്ചകൾ കാണാനാണ്. അങ്കമാലി തൃശ്ശൂർ ഹൈവേയിൽ അങ്കമാലിയിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ വടക്കോട്ട് മാറിയാണ് ക്രിസ്തുരാജ ആശ്രമ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. കറുകുറ്റി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് ഈ പള്ളി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. നാഷണൽ ഹൈവേയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ കറുകുറ്റി പള്ളിയുടെ മനോഹര കാഴ്ചകൾ കാണാൻ സാധിക്കും. അത്രയ്ക്ക് പൊക്കത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും നവംബർ മാസത്തിലാണ് ഇവിടെ തിരുനാൾ കൊണ്ടാടുന്നത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളി കാണാനും അതുപോലെ ഇവിടുത്തെ ഈ മനോഹരമായിട്ടുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാനും നല്ലൊരു രസമാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. 3 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ പെരുന്നാൾ കൊണ്ടാടുന്നത്. ഒരു വെള്ളിയാഴ്ച തുടങ്ങി ഞായറാഴ്ച അവസാനിക്കുന്ന രീതിയിൽ ശനിയും ഞായറും പ്രദക്ഷിണങ്ങളുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച മുതൽ വിവിധ തരത്തിലുള്ള കലാപരിപാടികളും പള്ളിയിലെ പ്രധാനപ്പെട്ട കുർബാനകളും ഈ ദിവസങ്ങളിൽ നടക്കുന്നു. ഈ പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് പുരാതന രീതിയിലുള്ള അൾത്താര. അതായത് നമ്മൾ ഒരു യൂറോപ്യൻ സ്റ്റൈൽ, ഗോത്തിക് സ്റ്റൈൽ എന്നൊക്കെ പറയല്ലേ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഈ പള്ളിയുടേത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പള്ളിയാണ്. കാരണം ഈ പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ അൾത്താരയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. മറ്റു പള്ളികളിൽ നിന്നും ഈ പള്ളിയെ വ്യത്യസ്തമാക്കുന്നതും ഇതിൻ്റെ ഒരു നിർമ്മാണ രീതിയാണ്. കോട്ടയത്ത് ഇതുപോലൊരു പള്ളിയുണ്ട്, വിമലഗിരി കത്തീഡ്രൽ എന്ന് പറയും. ആ പള്ളിയും ഏകദേശം ഇതേ രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഒരുപാട് ഇടവകക്കാരുള്ള പള്ളിയുമാണിത്. പെരുന്നാൾ സമയമാകുമ്പോഴേക്കും വിദേശത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ നാട്ടിലെത്തുകയും പള്ളിയിലെ പെരുന്നാളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും ഒരു ഒത്തുകൂടൽ കൂടിയാണ് കറുകുറ്റി ക്രിസ്തുരാജ പള്ളിയിലെ തിരുനാൾ. അതുപോലെ എന്നെ ആകർഷിച്ച മറ്റൊരു കാര്യമാണ് ഈ പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് നേരിൽ കാണുമ്പോൾ. ഈ പള്ളിയും അതുപോലെ ചുറ്റുമുള്ള മരങ്ങളിലുമൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഒരു കണ്ണിന് വളരെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഇത്. നാനാജാതി മതസ്ഥരാണ് ഈ പള്ളിയിൽ തിരുനാൾ കൂടാൻ എത്തുന്നത്. അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഇവിടെ സ്നേഹവിരുന്നുണ്ട്. ഇടവകക്കാർക്കും മറ്റു പൊതുജനങ്ങൾക്കുമായി ഇത് നൽകുന്നു. കറുകുറ്റി ക്രിസ്തുരാജ പള്ളി ഒരു ആശ്രമ ദേവാലയം കൂടിയാണ്. ഈ ദേവാലയം സന്യാസ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ആത്മീയ കേന്ദ്രമാണ്. എല്ലാ വർഷവും പെരുന്നാളിനോടനുബന്ധിച്ച് കലാപരിപാടികളും നടന്നു വരുന്നു. വർണ്ണശബളമായ വെടിക്കെട്ട്, ഇടവകക്കാരുടെ കലാപരിപാടികൾ, ഗാനമേള, ഫ്യൂഷൻ, നാടകം, ചെണ്ടമേളം എന്നീ കലാരൂപങ്ങളും പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെടുന്നു. കറുകുറ്റി ക്രിസ്തുരാജ ആശ്രമ ദേവാലയം
എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയുമാണ്. അതുപോലെ തന്നെ ക്രിസ്തുരാജ തിരുനാളിന് ഈ പ്രദേശത്തെ സമൂഹം വലിയ പ്രാധാന്യം നൽകുന്നു. ഈ പെരുന്നാൾ പ്രാദേശികമായി കറുകുറ്റി കൊവേന്ത പള്ളി തിരുനാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊവേന്ത എന്ന പ്രാദേശിക പ്രയോഗം രാജകീയതയെ സൂചിപ്പിക്കുന്നു. ഈ നാമകരണം ക്രിസ്തുരാജന്റെ പെരുന്നാളിന് പ്രാദേശിക സമൂഹം നൽകുന്ന രാജകീയമായ പ്രൗഢിയെയും പ്രാധാന്യത്തെയും എടുത്തു കാണിക്കുന്നു. ഇവിടുത്തെ പെരുന്നാൾ കറുകുറ്റി പ്രദേശത്തെ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളും പങ്കെടുക്കുന്ന ഒരു പ്രധാന വാർഷിക പൊതു ആഘോഷമായി രൂപാന്തരപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ കറുകുറ്റി ക്രിസ്തുരാജ ആശ്രമ ദേവാലയം അതിൻ്റെ ചരിത്രപരമായ വേരുകൾ, അതുപോലെ സന്യാസ പാരമ്പര്യം, ആകർഷകമായ വാസ്തുവിദ്യ, സജീവമായ പ്രാദേശിക സംസ്കാരം എന്നിവയാൽ കേരളത്തിലെ ക്രൈസ്തവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒരു സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്നു.
ഈ വർഷത്തെ ക്രിസ്തുരാജ പെരുന്നാളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.